സച്ചിൻ പള്ളിക്കാടും അതോടൊപ്പം ആൽവിൻ തോമസും കൂടി ചേരുന്നുണ്ട്. ആദ്യം സച്ചിനിലേക്ക് പോകാം. അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് കൂടി അറിഞ്ഞ് വരാം. സച്ചിൻ, എന്തായാലും നമ്മൾ ഈ വിലയിരുത്തിയതുപോലെ മണ്ഡലങ്ങളിൽ എന്തായാലും ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കമുള്ള ഒരു ജില്ല തന്നെയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയൊരു മാറ്റം പാലക്കാട് അവർക്ക് 2ാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലും വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് മണ്ഡലങ്ങളിലെ പ്രചാരണ കോലാഹലങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്? ആരാണ് മുൻതൂക്കം? ഏത് അർത്ഥത്തിലാണ് ഇപ്പോഴത്തെ പ്രചാരണം? പാലക്കാട് ജില്ലയെ നോക്കുമ്പോൾ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തൃത്താല മണ്ഡലത്തിലാണ്. പ്രമുഖ സ്ഥാനാർത്ഥികളായി അവിടെ മത്സരിക്കുന്നത് നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള എം.ബി. രാജേഷും അതേപോലെ തന്നെ വി.ടി. ബൽറാമുമാണ്. എൻ.ഡി.എക്ക് വേണ്ടി ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷും മത്സരിക്കുന്നുണ്ട്. ശക്തമായ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് തൃത്താലയിൽ നടക്കുന്നത്. ത്രികോണ മത്സരം എന്ന് അവിടെ പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ശക്തമായ പോരാട്ടം തൃത്താലയിൽ നടക്കുന്നു. 3000 ചില്ലാനം വോട്ടിനാണ് കഴിഞ്ഞ തവണ എം.ബി. രാജേഷ് തൃത്താലയിൽ ജയിക്കുന്നത്. അതുപോലെ തന്നെ പട്ടാമ്പി എടുക്കുമ്പോൾ പട്ടാമ്പിയിലും എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത്. നിലവിലെ എം.എൽ.എ കൂടിയായിട്ടുള്ള മുഹമ്മദ് മുക്സിൻ 3ാമതും പട്ടാമ്പിയിൽ മത്സരത്തിന് ഇറങ്ങുകയാണ് ഇടതുപക്ഷത്തിനായി. നേരെ മറിച്ച് യു.ഡി.എഫിനായി ഇറങ്ങുന്നത് നിലവിലെ പട്ടാമ്പി നഗരസഭ ചെയർമാൻ കൂടിയായിട്ടുള്ള ടി.പി. ഷാജിയാണ്. എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് പട്ടാമ്പിയിലും നടക്കുന്നത്. നേരെ മറിച്ച് ഷൊർണൂരിലെത്തുമ്പോൾ ഷൊർണൂരിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. നിലവിലെ എം.എൽ.എ പി മമ്മിക്കുട്ടി തന്നെയാണ് ഇടതുപക്ഷത്തിനായി അവിടെ മത്സരിക്കുന്നത്. യു.ഡി.എഫിനായി KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി ഹരിഗോവിന്ദൻ മാസ്റ്ററാണ് ഷൊർണൂരിൽ മത്സരിക്കുന്നത്. ബി.ജെ.പി നേതാവായിട്ടുള്ള ശങ്കുട്ടി ദാസാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി ഷൊർണൂരിൽ മത്സരിക്കുന്നത്. അത്തരത്തിലൊരു ത്രികോണ മത്സരം തന്നെയാണ് ഷൊർണൂരിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ഷൊർണൂർ. നിലവിൽ ഷൊർണൂർ നഗരസഭയിലെ പ്രതിപക്ഷമടക്കം ബി.ജെ.പിയാണ്. അതേപോലെ തന്നെയാണ് ഒറ്റപ്പാലം മണ്ഡലത്തിലും. ഒറ്റപ്പാലം മണ്ഡലത്തിൽ എടുത്തു പറയേണ്ടത് പി.കെ. ശശിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. CPM-ന്റെ മുൻ ഷൊർണൂർ എം.എൽ.എ കൂടിയായിട്ടുള്ള പി.കെ. ശശി യു.ഡി.എഫ് പാളയത്തിലേക്ക് എത്തുന്നു. യു.ഡി.എഫിൻ്റെ സ്വതന്ത്രനായാണ് പി.കെ. ശശി ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. നിലവിലെ എം.എൽ.എ അഡ്വക്കേറ്റ് പ്രേംകുമാറാണ് എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്തുള്ളത്. അവിടെ ബി.ജെ.പിയുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി മേജർ രവി എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം തന്നെ ഒറ്റപ്പാലത്ത് നടക്കുന്നുണ്ട്. അതിൽ പി.കെ. ശശിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകുക. കൂടാതെ പാലക്കാട് എടുത്തു നോക്കുമ്പോൾ പാലക്കാടും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് ഇപ്പോൾ അരങ്ങൊരുങ്ങിയിട്ടുള്ളത്. അത് NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ് അത്തരത്തിലൊരു മത്സരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും ആണ് മറ്റ് 2 സ്ഥാനാർത്ഥികൾ. NDAക്ക് വേണ്ടി ശോഭാ വിലയിരുത്തിയതുപോലെ നമ്മൾ കണ്ടു. ഓരോ മണ്ഡലത്തിൽ എന്തായാലും വലിയ തരത്തിൽ ഒരു പ്രചാരണ കോലാഹലങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്. സ്പെഷ്യൽ കേസ് ഉണ്ട്. കോൺഗ്രസിന്റെ കാര്യം കൂടി നോക്കണം. ആൽവിൻ ഉണ്ട് അവിടെ. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഈ കോട്ടകൾ പൊളിയുമോ എന്നുള്ളതാണ്, പൊളിക്കാനാകുമോ എന്നുള്ളതാണ്. അതാണ് UDF-ൻ്റെയും ഒരു പരീക്ഷണം ഇത്തവണ അങ്ങനെ തന്നെ വേണം സേതു രുചീഷ് പറയാനായിട്ട്. കാര്യം ഇടത് കോട്ടയാണ് പാലക്കാട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കാലങ്ങളായി ഓരോ മണ്ഡലവും പരീക്ഷ എടുത്തു നോക്കിയാൽ അതിലങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു വ്യത്യാസം, ഏതെങ്കിലും തരത്തിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് UDF ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ചിലയിടങ്ങളിൽ ഒരു പരീക്ഷണത്തിന് പോലും അവർ തയ്യാറായിട്ടുള്ളത്. പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഒറ്റപ്പാലവും പി.കെ. ശശിയെ CPM-ൽ നിന്ന് പുറത്തു വന്ന പി.കെ. ശശിയെ മത്സരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-നോട് വിരോധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച A. സുരേഷ് അദ്ദേഹവും മത്സരിക്കാൻ ഇറങ്ങുന്നു. അദ്ദേഹത്തെ മലമ്പുഴയിൽ പരീക്ഷിക്കുന്നു. അങ്ങനെ 2 സീറ്റുകൾ അത്തരത്തിലൊരു പരീക്ഷണം നടത്തുന്നു. കൂടാതെ ഇപ്പോൾ രമേശ് പിഷാരടി ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷിക്കുകയാണ്. നിലവിൽ കയ്യിലുള്ള മണ്ഡലമാണ്, അത് നിലനിർത്തുക എന്നതാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ രമേശ് പിഷാരടി നോക്കുന്നത് മലമ്പുഴയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിറ്റൂരിലേക്ക് പോകുമ്പോൾ യുവാവായ അഡ്വക്കേറ്റ് സുമേഷിനെ, അതായത് നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ അച്യുതൻ്റെ മുൻ MLA ആയിരുന്ന അച്യുതൻ്റെ മകനാണ് സുമേഷ് അച്യുതനെ അവിടെ പരീക്ഷിക്കുകയാണ്. ചിറ്റൂരിൽ അദ്ദേഹത്തിന് നിരവധി ഇടങ്ങളിൽ വലിയ വേരോട്ടം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് നൽകിയിട്ടുള്ളത്. അങ്ങനെ തൃത്താലയിലേക്ക് വരുമ്പോൾ BT ബൽറാം മറ്റൊരു യുവാവ് മത്സരത്തിന് ഇറങ്ങുന്നു. ഇത്തരം ചില പരീക്ഷണങ്ങൾക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ആയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ആകെ 2 മണ്ഡലം മാത്രമാണ് ഇപ്പോൾ UDF-നൊപ്പം ഉള്ളത്. ഒന്ന് പാലക്കാടും ഒന്ന് N. ഷംസുദ്ദീൻ്റെ മണ്ണാർക്കാടുമാണ്. ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ലീഗിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം എന്നതുകൊണ്ട് തന്നെ അത് നിലനിർത്താൻ ഷംസുദ്ദീന് കഴിയുമെന്നുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതീക്ഷ, UDF-ൻ്റെ പ്രതീക്ഷ. അപ്പോഴാണ് കോൺഗ്രസ് ഇത്തരം പരീക്ഷണങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും ഇടത് കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴാൻ സാധിക്കുമോ, പരീക്ഷണങ്ങളൊക്കെ വിജയം കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. താങ്ക് യു സച്ചിൻ, താങ്ക് യു ആൽവിൻ.